بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم علمنا ما ينفعنا وانفعنا بما علمتنا വറസുഖ്നാ ഇൽമൻ നാഫിഅ. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിക്കാൻ നമ്മൾ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ ആഖിറത്തിൽ അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവാചകന്മാരോടൊപ്പം മുർസലീങ്ങളോടൊപ്പം അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട അടിമകളോടൊപ്പം നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ സൂറത്തു യാസീനാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. 25 ആയത്തുകൾ പൂർത്തിയായി. ഒരു നാട്ടുകാരെ സംബന്ധിച്ചുള്ള ചർച്ചയിലാണ് ഇപ്പോൾ ഉള്ളത്. അന്താക്കിയ എന്ന നാടിൻ്റെ പേര്. അവിടേക്ക് 3 പ്രവാചകന്മാരെ അള്ളാഹു നിശ്ചയിച്ചു. പക്ഷെ ആ പ്രവാചകന്മാരെ അവർ കളവാക്കി, നിഷേധിച്ചു, അവർ പരിഹസിച്ചു. അതിൻ്റെ ശിക്ഷ എന്നോണം അതിനിടയിൽ ഒരു മുഅ്മിനായ ഒരു വ്യക്തി വന്ന് ആ നാട്ടുകാരെ ഉത്ബോധിപ്പിച്ചു, നിങ്ങൾ ആ പ്രവാചകന്മാരെ അനുസരിക്കണം, അംഗീകരിക്കണം. അവർ യാതൊരു പ്രതിഫലവും നിങ്ങളിൽ നിന്ന് വാങ്ങാതെയാണ് നിങ്ങളെ സത്യത്തിലേക്ക് ക്ഷണിക്കുന്നത്, നിങ്ങളെ നന്മകൾ പഠിപ്പിക്കുന്നത്. അങ്ങനെയുള്ളവരെ നിങ്ങൾ പിൻപറ്റണം. പക്ഷെ ആ സമൂഹം അത് അംഗീകരിച്ചില്ല. ഏതൊരു സമൂഹത്തിലേക്ക് ആ സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു തിന്മ, ആ തിന്മക്കെതിരെ ആരെങ്കിലും ഒരാൾ ശബ്ദിച്ച് അതിനെതിരെ തിരിഞ്ഞാൽ ആരും അദ്ദേഹത്തെ സ്വീകരിക്കൂല. അത് ചരിത്രത്തിലെ യാഥാർത്ഥ്യമാണ്. ഒരു പ്രവാചകന്മാരെയും ആരും വലിയ സ്വീകരണം നൽകി വരവേറ്റിട്ടില്ല. ഓരോരുത്തരുടെയും ജീവിതം വളരെ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലായിരുന്നു ആദ്യഘട്ടം. എല്ലാം ക്ഷമിച്ച് സഹിച്ച് അള്ളാഹിൻ്റെ മാർഗത്തിൽ പണിയെടുത്ത അവസാനം വലിയ വിജയം അവർ നേടിയെടുത്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹീൻ്റെ ആരംഭം, ജിബ്രീൽ അലൈഹിസ്സലാമിനെ റസൂൽ യഥാർത്ഥ രൂപത്തിൽ കാണുകയാണ്. അങ്ങനെ പേടിച്ച് പനി പിടിച്ച അള്ളാഹിൻ്റെ റസൂലിന് നേരെ പോയി ഖദീജയുടെ അടുക്കലേക്ക്, ഖദീജ റളിയല്ലാഹു അൻഹ വറഖത്ത് ബിൻ നൗഫലിൻ്റെ അടുക്കലേക്ക് കൂട്ടിയിട്ട് പോയി റസൂലിനെ. എന്നിട്ട് വിവരങ്ങൾ പറഞ്ഞു. അപ്പം വേദഗ്രന്ഥങ്ങളിൽ അറിവുള്ള ഒരാളായിരുന്നു അദ്ദേഹം പറഞ്ഞു, മൂസാ പ്രവാചകനിലേക്ക് വഹിയായി വന്ന ജിബ്രീലാണ് താങ്കളിലേക്ക് വന്നത്. എന്നിട്ട് പറയുന്ന ചില വാക്കുകളുണ്ട്. നിന്നെ ഈ മക്കക്കാർ, നിൻ്റെ നാട്ടുകാർ നിന്നെ പുറത്താക്കുന്ന സമയം ഞാൻ ജീവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നിന്നെ ഞാൻ സഹായിക്കുമായിരുന്നു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ അത്ഭുതപ്പെട്ട് ചോദിക്കുന്നുണ്ട്, അമുഖ്രിജിയ, എൻ്റെ നാട്ടുകാർ എന്നെ പുറത്താക്കുകയോ? അപ്പോൾ അദ്ദേഹം തിരിച്ചു പറയുന്ന മറുപടി എന്താ? ഈ ദൗത്യവുമായിട്ട് ആരാണോ ഭൂമിയിലേക്ക് വന്നത് അവരൊക്കെ നാട് കടത്തപ്പെട്ടിട്ടുണ്ട്. അതാണ് ഈ ദീനിൻ്റെ പ്രത്യേകത. അതിൻ്റെ ദാവത്തായിട്ട് ആര് മുന്നോട്ട് വന്നോ, ദീനിൻ്റെ പരിശ്രമത്തിനായിട്ട് ആര് മുന്നോട്ട് വന്നോ, അവൻ ജീവിതത്തിൽ പ്രയാസങ്ങളും ദുരിതങ്ങളും താണ്ടിയിട്ടാണ് അവൻ ജീവിക്കേണ്ടി വരിക. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുഫത്തിൻ നാറു ബിശ്ശഹവാത്ത് വഹുഫത്തിൽ ജന്നത്തു ബിൽ മകാരിഹ്. നരകം അത് വലയം ചെയ്യപ്പെട്ടത് ഷഹവാത്തുകൾ കൊണ്ടാണ്. നമ്മുടെ മനസ്സ് ആഗ്രഹിക്കുന്നത് എന്താണോ അതാണ് ഷഹവാത്ത് എന്ന് പറയാം. നമ്മുടെ മനസ്സ് എന്താ ആഗ്രഹിക്കുക? എന്താണോ കൽപ്പിക്കപ്പെട്ടത് അതിന് നേരെ വിപരീതമാണ് ആഗ്രഹിക്കുക. കാരണം എന്താ? ഇന്ന നഫ്സ ലഅമ്മാറത്തും ബിസ്സു. മനുഷ്യ
മനസ്സിനെ സംവിധാനിച്ച് അള്ള പറഞ്ഞ വാക്കാണ്. മനുഷ്യൻ്റെ മനസ്സിനെ സംബന്ധിച്ച് അള്ള പറഞ്ഞ വാക്ക് ഇന്ന നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ. മനുഷ്യ മനസ്സുകൾ അതെപ്പോഴും തെറ്റിലേക്കാണ് ചായ. അതാണ് ഷഹവാത്തുകൾ. ആ ഷഹവാത്തുകൾ കൊണ്ടാണ് നരകത്തെ വലയം ചെയ്യപ്പെട്ടത്. ഒരാൾ ആ ഷഹവാത്തുകൾക്ക് മനസ്സിൻ്റെ ഇച്ഛകൾക്കനുസരിച്ച് ജീവിച്ചാൽ നരകത്തിലേക്കുള്ള വഴി എനിക്ക് എളുപ്പമാവും. വഹുഫത്തിൽ ജന്നത്തു ബിൽ മക്കാരിഹ്. സ്വർഗം വലയം ചെയ്യപ്പെട്ടത് പ്രയാസങ്ങൾ കൊണ്ടാണ്. അള്ളാഹിൻ്റെ മാർഗത്തിൽ പണിയെടുക്കുമ്പോൾ എന്ത് ചെയ്യും? ദുരിതങ്ങളുണ്ടാവും, പ്രയാസങ്ങളുണ്ടാവും. ഒരിക്കൽ സഹാബാക്കൾ റസൂലിൻ്റെ അടുക്കലേക്ക് വന്നു. യാ റസൂലല്ലാഹ് അലാ തൻസുറുന. എപ്പോഴാണ് അള്ളാഹിൻ്റെ സഹായം വരിക? മതാ നസ്റുല്ലാ. അള്ളാഹിൻ്റെ സഹായം എപ്പോഴാണ് വരിക? നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല, അത്രയും പ്രയാസം തുടക്ക കാലഘട്ടത്തിൽ. എപ്പോഴാണ് അള്ളാഹിൻ്റെ സഹായം വരിക പ്രവാചകരെ? താങ്കൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നില്ലേ? അത്രയും പ്രയാസത്തിലാണ് നമ്മളുള്ളത്, സഹിക്കാൻ കഴിയുന്നില്ല, പ്രയാസം, ബുദ്ധിമുട്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ മുമ്പ് ഒരു സമൂഹം ഉണ്ടായിരുന്നു. അവർ അള്ളാഹിൻ്റെ മാർഗത്തിൽ പണിയെടുത്തു, ദീനിന് വേണ്ടി പണിയെടുത്തു, സമയം ചിലവഴിച്ചു. അവർ ആ സമൂഹം ചെയ്തത് അവരെ മണ്ണിൽ കുഴിച്ചിട്ട് അവരുടെ തലഭാഗത്തുനിന്ന് ഈർച്ചവാൾ കൊണ്ട് എന്ത് ചെയ്തു? 2 കഷ്ണങ്ങളായി പിളർത്തി അവരെ. പക്ഷെ അതൊന്നും അവരെ അള്ളാഹിൻ്റെ ദീനിൽ നിന്നും പരിശ്രമിക്കുന്നതിൽ നിന്നും പിറകോട്ട് നടത്തിയിട്ടില്ല. അപ്പോൾ ഇതിനേക്കാൾ വലിയ പ്രയാസമാണ് അവർ സഹിച്ചത്. നിങ്ങളെന്ത് ചെയ്യുക? ക്ഷമിക്കുക. അള്ളാഹിൻ്റെ സഹായം അതിവിദൂരത്തല്ലാതെ വരും. അപ്പോൾ ഈ മാർഗത്തിൽ പരിശ്രമിക്കുന്നവർക്ക് എന്താണ്? പ്രയാസമാണ്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇനിയൊരു നാൾ വരും, ആ സമയം, ആ കാലഘട്ടത്തിൽ സുന്നത്തനുസരിച്ച് അൽ ഖായിമു ബിസ്സുന്ന, സുന്നത്തനുസരിച്ച് ജീവിക്കുന്നവൻ, ദീനനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവൻ, അവൻ്റെ ജീവിതം എങ്ങനെയായിരിക്കും? കൽ ഖാബിലി അലൽ ജംറ, ഒരു തീക്കനൽ ഉള്ളം കയ്യിൽ പിടിച്ച് നിൽക്കുന്നവനെ പോലെയാണ്. ഒന്ന് ആ ഹദീസും ഇപ്പം നമ്മുടെ ജീവിതം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ എത്ര വളരെ വ്യക്തമായിരിക്കും. ഒരു കാലഘട്ടത്തിൽ സുന്നത്തനുസരിച്ച് ദീനനുസരിച്ച് ജീവിക്കാൻ ഒരാൾ ആഗ്രഹിച്ചാൽ അവൻ്റെ ജീവിതം എങ്ങനെയായിരിക്കും? ഉള്ളം കയ്യിൽ ഒരു തീക്കനൽ പിടിച്ച് നിൽക്കുന്നവനെ പോലെയാണ്. ഓൻ ഒരിക്കലും എന്ത് ചെയ്യില്ല? സമാധാനത്തോടെ നിൽക്കുവോ? ഒരു വലിയ തീക്കനൽ കൈമ പിടിച്ചിങ്ങനെ നിൽക്കുവോ? ഭയങ്കര അസ്വസ്ഥനായിരിക്കും, പ്രയാസമായിരിക്കും. ഒരു സ്ഥലത്ത് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയില്ല, നിൽക്കാൻ കഴിയില്ല, ഇരിക്കാൻ കഴിയില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒന്നാലോചിച്ച് നോക്കി, ഈ കാലഘട്ടത്തിൽ ഒരാൾ തീരുമാനിക്കുകയാണെന്ന് ഞാനിനി അങ്ങോട്ട് സുന്നത്തനുസരിച്ച് മാത്രമേ ജീവിക്കൂ. ഈ നാട്ടിൽ കാണുന്ന ഒരാഭാസത്തരങ്ങൾക്കും ഞാൻ ഉണ്ടാവില്ല. എൻ്റെ കൂട്ടുകാരോ കുടുംബക്കാരോ ആരെതിർത്താലും ആരെന്ത് പറഞ്ഞാലും ഇനി എൻ്റെ ജീവിതം സുന്നത്തനുസരിച്ചാണ്, അള്ളാഹിൻ്റെ ദീനനുസരിച്ചാണ്. അത് തീരുമാനിച്ച ഒരാളുടെ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. അതേപോലെ അല്ലേ ആദ്യം കുടുംബക്കാർ എന്തെയും താടി നീട്ടി വളർത്തും. ഇപ്പോൾ സുന്നത്തനുസരിച്ച് ജീവിക്കാന്ന് പറയുന്നതാ ബാഹ്യമായി കാണുന്ന രൂപത്തിൽ സുന്നത്തിൻ്റെ അള്ളാഹിൻ്റെ ഷിആറുകളാണ്. താടി നീട്ടി വളർത്താൻ തുടങ്ങും. അപ്പോൾ ആദ്യം ഭാര്യ ഇതെന്താ നിങ്ങൾക്ക് ബാർബർ ഷോപ്പൊന്നും ഇല്ലേ? പൈസ ഇല്ലേ? എനിക്ക് കൂടെ കിടക്കാൻ എന്തൊരു അസ്വസ്ഥത, ഇത് ചുരുക്കണം, വെട്ടണം. മക്കളാണെങ്കിൽ ഉമ്മ ഇതെന്താ ഇപ്പോഴേ ചെറിയ പ്രായത്തിലെ വലിയ താടിയിലും വെച്ച് വലിയ ആൾക്കാരെ പോലെ. നമ്മുടെ നാട്ടിലെ അവസ്ഥയാണ്. ഓനിക്ക് വീട്ടിലും സമാധാനം ഉണ്ടാവില്ല. ഇനി സ്കൂളിൽ പോയാലോ കുട്ടികൾ അതിൻ്റെ അപ്പുറം പറയേണ്ട ആവശ്യമില്ലല്ലോ. കുട്ടികൾ അതിൻ്റെ അപ്പുറം ആടെയും സമാധാനം ഉണ്ടാവില്ല. ഏതുപോലെ തീക്കാൻ്റെ പിടിച്ച് ഇരിക്കുന്ന പോലെയാണ്, അവിടെ നിൽക്കാൻ കഴിയില്ല. വീട്ടിൽ വന്നാൽ ഉമ്മ, പെങ്ങന്മാർ, ഭാര്യമാർ. ടൗണിൽ പോയാലോ അടുത്ത ആൾക്കാർ ഇതെന്താടാ കത്രി കെട്ടിയിട്ടില്ലേ, ബാർബർ ഷോപ്പ് തുറന്നിട്ടില്ലേ? അതാണ് കൽ ഖാബിലി അലൽ ജംറ, തീക്കനൽ പിടിച്ച് നിൽക്കുന്നവനെ പോലെ. ഒരു പെണ്ണ് തീരുമാനിക്കുകയാണ്, ഞാനിനി അള്ളാഹ് പറഞ്ഞ പോലെ ജീവിക്കാൻ തീരുമാനിച്ചു, സുന്നത്തനുസരിച്ച്. ഏതുപോലെ ഖദീജ റളിയല്ലാഹു അൻഹ, ആയിഷ, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഭക്തിമാർ ജീവിച്ചതുപോലെ, സഹാബി വനിതകൾ ജീവിച്ചതുപോലെ ഞാൻ ജീവിക്കാൻ തീരുമാനിച്ചു. വേണ്ട വസ്ത്രമൊക്കെ മാറ്റി നല്ല ലൂസായ പർദ്ദയൊക്കെ ഇട്ട് മുഖമൊക്കെ മറച്ച്
ഒരു സൈഡിൽ ആരും കാണാണ്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇതെന്താ പുതിയൊരു ഭൂതം? എന്താ ഇപ്പോൾ ചെറുപ്പത്തിലേ ഇതൊക്കെ കെട്ടി വലിയ ഉമ്മമാനെ പോലെ നടക്കുന്നത് ചോദിക്കൂലേ? ഇതൊക്കെ യാഥാർത്ഥ്യം, പച്ചയായ യാഥാർത്ഥ്യമാണ്. അതാണ് കൽ ഖാബിദി അലൽ ജംറ. ആ പെണ്ണ് ആ കോലത്ത് സ്കൂളിൽ പോയാലോ ഒരു സെക്കൻഡ് സമാധാനത്തോടെ ഇരിക്കാൻ വിടുമോ? ഇല്ല. ഒരു ഫംഗ്ഷൻ, വീട്ടിലെല്ലാവരും ഒരുമിച്ച് കൂടുന്ന കല്യാണം അവിടെ പോയാലോ ആ പെണ്ണിനും സമാധാനം ഉണ്ടാവില്ല, പെണ്ണിൻ്റെ ഉമ്മാക്കും സമാധാനം ഉണ്ടാവില്ല. അതാണ് സഹോദരന്മാർ ഈ കാലഘട്ടം. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയ കാലഘട്ടം, നമ്മുടെ കാലഘട്ടം. ഏത്? അൽ ഖായിമു അല സുന്ന. സുന്നത്തനുസരിച്ച് ഒരാൾ ജീവിക്കാൻ തീരുമാനിച്ചാൽ ഓനെ ആരെപ്പോലെയാണ്? കൽ ഖാബിദി അലൽ ജംറ. തീക്കനൽ പിടിച്ച് നിൽക്കുന്നത് പോലെയാണ്. ഒന്ന് ആലോചിച്ചേക്കാം, നമ്മുടെ ജീവിതം അങ്ങനെ തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. എല്ലാം ഏത് മേഖല എടുത്താലും ഈ രീതിയിലാണ് സമൂഹം പരിഹസിക്കുക. തൗഹീദിൻ്റെ മേഖല എടുത്തോ, ഈ കാണുന്ന അനാചാരങ്ങളും ഈ തോന്നിവാസങ്ങൾക്കെതിരെ ഒരാൾ സംസാരിച്ചു, അവൻ ആദ്യം നാട്ടിൽ നിന്നും മാറ്റപ്പെടും. ആൾക്കാർ അവനെ പരിഗണിക്കാത്ത അവസ്ഥ, ഓനടുത്ത് സംസാരിക്കൂല, ഓനെ കണ്ടാലോ എന്തോ ഒരു ദേഷ്യം പിടിച്ചൊരു നോട്ടം നോക്കിയിട്ട് നടക്കും, സലാം മുടക്കൂല. ഓൻ്റെ വീട്ടിലേക്ക് ആരെങ്കിലും വിവാഹം അന്വേഷിച്ച് വന്നാൽ കല്യാണം മുടക്കും. ഓൻ്റെ കച്ചവടത്തിന് ആരെങ്കിലും വില പറഞ്ഞാൽ അവിടെ പോയിട്ട് ഇടപെടും. നാട്ടിൽ സമാധാനത്തോടെ ജീവിക്കാൻ അവനെ സമ്മതിക്കൂല. സഹോദരന്മാരെ, ചരിത്രമൊക്കെ എടുത്ത് പരിശോധിച്ചാൽ എല്ലാ പ്രവാചകന്മാരും എല്ലാ നന്മ നിറഞ്ഞ ആൾക്കാരും, ഖുർആനും ഹദീസിലും പറഞ്ഞ നന്മ നിറഞ്ഞ ആൾക്കാരുടെ ജീവിതമൊക്കെ അങ്ങനെയായിരുന്നു. ഇനി അങ്ങോട്ട് ഇതിനേക്കാൾ ശക്തമായ രീതിയിലായിരിക്കും പ്രയാസങ്ങൾ ഉണ്ടാവുക. അതുകൊണ്ട് ക്ഷമിക്കുക. നമുക്ക് മുമ്പിലും നമ്മുടെ മുമ്പിലും മാതൃകകളുണ്ട്. ഇനി വരാനിരിക്കുന്ന കാലഘട്ടത്തെ സംബന്ധിച്ചും റസൂൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അവിടെ നമുക്കെന്തില്ല? നിരാശയില്ല. നമുക്ക് സമാധാനം എവിടെയാണ്? സ്വർഗത്തിലാണ്. നമുക്ക് സന്തോഷം എവിടെയാണ്? സ്വർഗത്തിലാണ്. ദുനിയാവ് മരിക്കുന്നതുവരെ എന്തായാലും ജീവിക്കും, അല്ലേ? ആ സമയം എത്തിയാൽ അതിന് പിന്നെ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. ഇന്ന് കണ്ടില്ലേ, എല്ലാവരും വലിയ പ്രതീക്ഷയിൽ, കുറേ ആൾക്കാർ അന്യ നാട്ടുകാരാണ്, അവരുടെ സ്വന്തം നാട്ടിലേക്ക് വലിയ പ്രതീക്ഷയിൽ സന്തോഷത്തോടെ തിരിച്ചു പോകാൻ തയ്യാറായി നിൽക്കുകയാണ്. ചില ആൾക്കാരോ മറ്റൊരു നാട്ടിലേക്ക് എന്തൊക്കെയോ വലിയ പ്രതീക്ഷകളും വലിയ തീരുമാനങ്ങളും അതൊക്കെ ആയിട്ടാണ് പോകുന്നത്. ഒരു സെക്കൻഡ് കൊണ്ട് ഇല്ലാതായില്ലേ വിമാനാപകടത്തിൽ? അത്രയേ ഉള്ളൂ അള്ളാഹ് എടുക്കൽ. എല്ലാം തീരാൻ ചില സെക്കൻഡുകൾ കൊണ്ട്, നിമിഷങ്ങൾ കൊണ്ട് ചെയ്യും, എല്ലാം അവസാനിക്കും. പിന്നെ അങ്ങോട്ടോ? അങ്ങോട്ടൊരിക്കലും തീരാത്ത ജീവിതമാണ് ബർസഖ് കഴിഞ്ഞാൽ യൗമുൽ ഖിയാമ, പിന്നെ ഹിസാബുണ്ട്, മീസാനുണ്ട്. അതൊക്കെ കഴിഞ്ഞ് മഹ്ഷർ സിറാത്ത് കഴിഞ്ഞ് അപ്പുറം കിടന്ന് സ്വർഗത്തിലെത്തിയാൽ ഖാലിദൻ മുഖല്ലദൻ ഫിൽ ജന്ന, പിന്നെ കാലാകാലം സ്വർഗത്തിലാണ്, സന്തോഷത്തിലാണ്. അള്ളാഹു എത്തിക്കട്ടെ. എത്ര പ്രയാസപ്പെട്ടാലും ദുനിയാവിൽ ബുദ്ധിമുട്ടിയാലും അതൊക്കെ ക്ഷമിച്ച് പ്രവാചകന്മാർ ജീവിച്ചതുപോലെ, സഹാബാക്കൾ ജീവിച്ചതുപോലെ ജീവിച്ച് മരണത്തിന് ശേഷം സന്തോഷത്തോടെ ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ പെടുത്തി തരട്ടെ. അവിടുന്ന് അങ്ങോട്ട് സമാധാനം, സന്തോഷം ഉണ്ടാകുന്ന അള്ളാഹിൻ്റെ നല്ല അടിമകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും, നമ്മുടെ കുടുംബക്കാരെയും മാതാപിതാക്കളെയും സഹോദരന്മാരെയും എല്ലാവരും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം. ദുനിയാവിലെല്ലാം ഉണ്ടായിട്ട് ദീനില്ല, ബാക്കിയെല്ലാം ഉണ്ട്, എല്ലാ സുഖ സൗകര്യങ്ങളുണ്ട്, ഒരു പ്രയാസം അറിഞ്ഞിട്ടില്ല ദുനിയാവിൽ, ഒരു ബുദ്ധിമുട്ടും അറിഞ്ഞിട്ടില്ല. നല്ല സുഭിക്ഷമായ ഭക്ഷണങ്ങളുണ്ട്, വസ്ത്രമുണ്ട്, നല്ല വീടുണ്ട്, എല്ലാ സൗകര്യവും വീട്ടിലുണ്ട്. വലിയ വലിയ രോഗങ്ങളില്ല, പ്രയാസങ്ങളില്ല, ബുദ്ധിമുട്ടില്ല, സമ്പത്ത് നല്ലോണമുണ്ട്, ആൾക്കാരുണ്ട് കൂടെ. പക്ഷെ ദീനില്ലെങ്കിൽ മരണത്തിന് ശേഷം പോയി, ഒന്നുമില്ല, ഒന്നും ഉപകാരപ്പെടില്ല. അവിടെ മരണത്തിന് ശേഷം എന്താ ഉപകാരപ്പെടുക? ചെയ്തു വെച്ച അമലുകൾ, നന്മ. ആദ്യം തൗഹീദ് ഇല്ലെങ്കിൽ പിന്നെ ആ ചെയ്തു വെച്ച അമലുകൾ ഉപകാരപ്പെടില്ല. ഇനി ദുനിയാവിലൊന്നുമില്ല, പക്ഷെ ദീനുണ്ട്, തൗഹീദുണ്ട്. ഷിർക്കിൽ നിന്ന് ഒരു ഇതും വിട്ടുവീഴ്ചയില്ല. ഷിർക്ക് പാടെ ഒഴിവാക്കി, ബിദഅത്ത് ജീവിതത്തിലേക്ക് വന്നിട്ടേ ഇല്ല. പക്ഷെ ദുനിയാവിൽ പ്രയാസങ്ങളും, പ്രയാസത്തിൻ്റെ മേൽ പ്രയാസമായിരിക്കും, ദുരിതത്തിൻ്റെ മേൽ ദുരിതമായിരിക്കും. മരണത്തോടു കൂടി സന്തോഷത്തിൻ്റെ ജീവിതത്തിലേക്കായിരിക്കും. പിന്നെ പ്രയാസം ഉണ്ടാവില്ല, പിന്നെ ബുദ്ധിമുട്ടുണ്ടാവില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലിൻ്റെ വീട്ടിലേക്ക് വന്നു. റസൂലിൻ്റെ വീട്
ചെറിയ വീടാണ്. ഹുജ്ര ഷരീഫ എന്ന് പറയാം. 9 ഭാര്യമാർക്ക് ഓരോ റൂമാണ്. റസൂല് ഉമർദാൻ വന്നപ്പോൾ റസൂല് കിടന്നിടത്തുനിന്ന് എഴുന്നേറ്റു. അപ്പോൾ റസൂലിൻ്റെ പുറത്ത് ഈത്തപ്പന ഓലയുടെ അടയാളം വന്നു. അടയാളമുണ്ട്. ഈത്തപ്പന ഓല വെച്ചിട്ടാണ് കിടക്കുന്നത്. ആ ഈത്തപ്പന ഓലേൻ്റെ അടയാളമുണ്ട് പുറത്ത്. ഇത് കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ യുബ്കീക യാ ഉമറു, ഉമറെ നീ എന്തിനാ കരയുന്നത്? അപ്പം പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലെ, ആ ഈന്തപ്പന ഓല താങ്കളുടെ പുറത്ത് അടയാളാക്കിയിട്ടുണ്ട്. ഞാൻ ഈ കാണുന്നതാണ് താങ്കളുടെ ജീവിതം. എന്നിട്ട് പറയാണ്, എന്താ കണ്ടത് അവിടെ? ഒരു മൂലയിൽ കുറച്ച് ഗോതമ്പ് ഒരു പാത്രത്തിലുണ്ട്, ഒരു പാത്രം കെട്ടിത്തൂക്കിയിട്ടുണ്ട്. ഈ 2 പാത്രം, പിന്നെ ഒരു ഈന്തപ്പന ഓലേണ്ട ഒരു പായ. ഈ 3 കാര്യങ്ങളാണ് റസൂലിൻ്റെ വീട്ടിൽ കണ്ടത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലെ, അവിടെ കിസ്റയും കൈസറും അവരൊക്കെ ഫി അൻഹാരിൻ വത്തിമാർ, പഴവർഗ്ഗങ്ങളിലും നല്ല നദിയിലും നല്ല സുഖത്തിലും സൗകര്യത്തിലും എല്ലാ സുഖ സൗകര്യത്തിലും ആർഭാട ജീവിതം നയിക്കാൻ. പക്ഷെ ലോകത്തിൻ്റെ നേതാവായ താങ്കളുടെ ഖസാന, താങ്കളുടെ ഖജനാവാണ് ഇതിനായി കാണുന്നത്. ഇതെന്താണ്? പ്രവാചകരെ ദുആ ചെയ്തോടെ താങ്കൾക്ക്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചോദിച്ചു, ഉമറെ, അവർക്ക് ദുനിയാവും നമുക്ക് ആഖിറവും, അത് നീ തൃപ്തിപ്പെടുന്നില്ലേ? ബലാ റളീതു യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂൽ, എനിക്കത് മതി, നമ്മൾ തൃപ്തിപ്പെട്ടു. അതാണ് മറുപടി. ദുനിയാവ് ഉണ്ടാവില്ല. ദുനിയാവ് ഒക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? മരിച്ചാൽ കഴിഞ്ഞാൽ എല്ലാവരുടെ അടുത്ത് കൊണ്ടുപോകാൻ കഴിയുമോ? മരിച്ചാൽ ഇല്ല, എല്ലാം ബാക്കിയാക്കും, ഒന്നും ഉണ്ടാവില്ല. അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു സഹാബി ഒരിക്കൽ സഹാബാക്കളെയും കൂട്ടിയിട്ട് ഒരു ഖബർസ്ഥാനിൽ പോയി. എന്നിട്ട് ആ ഖബറാളികളെ നോക്കിയിട്ട് പറഞ്ഞു, എന്താണ് നിങ്ങളുടെ വിശേഷങ്ങൾ? മാ അഖ്ബാറുക്കും, നിങ്ങളുടെ വിശേഷങ്ങൾ എന്താണ്? നമുക്ക് കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു തരാനുണ്ട്. നിങ്ങളുടെ വിശേഷം എന്താണ്? അത് നമുക്ക് നിങ്ങൾ പറഞ്ഞു തരണം. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ മരണപ്പെട്ടപ്പോൾ ഫഇന്ന ബുയൂതക്കും ഖദ് സുകിനത്, നിങ്ങളുടെ വീടുകൾ, നമുക്ക് ഓരോരുത്തർക്കും അറിയാലോ, ഓരോ എത്ര അധ്വാനിച്ച് നയിച്ചിട്ട് ഒരു വീടുണ്ടാക്കുക നമ്മുടെ സ്വപ്നമല്ലേ. ഒരു വലിയ മനുഷ്യൻ, ഒരു ഗൃഹനാഥൻ, അദ്ദേഹത്തിൻ്റെ വലിയ സ്വപ്നം എന്താണ്? ഭാര്യക്കും മക്കൾക്കും സമാധാനത്തോടെ കയറി കിടക്കാൻ ഒരു വീട് അല്ലേ. അതിനുവേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുക, അധ്വാനിക്കുക. ഗൾഫിലാണെങ്കിൽ ഓവർ ടൈം ജോലി, നാട്ടിലാണെങ്കിൽ അധ്വാനം, കഠിനാധ്വാനം. എന്തിന്? ഭാര്യയും മക്കളെയും സുരക്ഷിതമായ ഒരു ഭവനത്തിൽ, ഒരു വീട്ടിൽ പാർപ്പിക്കണം. അങ്ങനെ നിങ്ങൾ നയിച്ചുണ്ടാക്കിയ നിങ്ങളുടെ വീട് ഖദ് സുകിനത്, അതിൽ ഇന്ന് വേറെ ആരൊക്കെയോ താമസിക്കണം. നിങ്ങൾ വിയർപ്പൊഴുക്കി ഉണ്ടാക്കിയ ആ വീട് ഇന്ന് വേറെ ആരൊക്കെയോ താമസിക്കുകയാണ്. ഫഇന്ന അംവാലക്കും ഖദ് ഖുസിമത്, ഫഇന്ന അംവാലക്കും, നീ ഉണ്ടാക്കിയ സമ്പത്ത്, നീ അള്ളാനെ മറന്ന്, ദീൻ മറന്ന്, 5 വക്ത് നിസ്കാരം മറന്ന്, ജമാഅത്തില്ല, നോമ്പില്ല, ജോലി ക്ഷീണത്തിന് നോമ്പൊക്കാത്ത ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. അങ്ങനെ ദുനിയാവില്ല, ദുനിയാവിലെ സുഖങ്ങളുമില്ല, ആഖിറം തീരെയില്ല. ആ രീതിയിൽ നീ സ്വരൂപിച്ചുണ്ടാക്കിയ നിൻ്റെ സമ്പത്ത് ഖദ് ഖുസിമത്, അതിന്ന് ആൾക്കാർക്കിടയിൽ വിഭജിക്കപ്പെട്ടു. അത് ആരൊക്കെയോ ഇന്ന് ഉപയോഗിക്കുകയാണ്. നീ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തിൽ നിന്ന് ആരൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഫഇന്ന അസ്വാജക്കും ഖദ് നുകിഹത്, നിങ്ങളുടെ ഇണകൾ, അവരിന്ന് മറ്റൊരു ഇണയെ തേടിപ്പോയി, അവർ ആരും നിങ്ങളെ കാത്തു നിന്നിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, ഇതാണ് നമുക്ക് നിങ്ങളോട് പറയാനുള്ളത്. എന്നിട്ട് അദ്ദേഹം തിരിഞ്ഞു, സഹാബാക്കളിലേക്ക് തിരിഞ്ഞു, എന്നിട്ട് പറഞ്ഞു, അള്ളാഹു ഖബറാറികൾക്ക് സംസാരിക്കാൻ കഴിവ് കൊടുക്കുമെങ്കിൽ അവർ പറയുമായിരുന്നു, ഫഇന്ന ഖൈറസ്സാദി തഖ്വ, ഇതാ ഇങ്ങോട്ട് വരുമ്പോൾ തഖ്വ കൊണ്ടുവന്നോ, വേറെ ഒന്നും ഇവിടെ ഉപകാരപ്പെടില്ല. എന്തായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കാം നമ്മുടെ ജീവിതം. എന്തായാലും ഒരു ദിവസം മരിക്കൂലേ? ആരെങ്കിലും മരിക്കാണ്ട് ജീവിക്കോ? നമുക്കെല്ലാം ഉറപ്പുണ്ട്, എന്താ, ഒരു ദിവസം ഞാൻ മരിക്കും. അതെങ്ങനെ, എപ്പോൾ, എവിടെ, അള്ളാഹ്ക്ക് മാത്രമേ, നമുക്ക് ആർക്കും അറിയില്ല.
എന്നിട്ട് നമ്മൾ അള്ളാഹനെ മറന്ന് ജീവിക്കുന്നുണ്ടെങ്കിൽ സുബഹിൻ്റെ ബാങ്ക് കൊടുത്ത് ജമാഅത്തിന് എണീക്കാൻ തോന്നുന്നില്ല, ഭയങ്കര പ്രയാസം, എണീക്കാൻ കഴിയുന്നേ ഇല്ല. എന്ത് ധൈര്യത്തിലാണ് കിടന്നുറങ്ങുന്നു? ആ ഉറക്കിൽ മരണപ്പെട്ടാൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നാളെ ആഖിറത്തിൽ അള്ളാഹുവിൻ്റെ കോടതിയിൽ പോയി നിൽക്കുന്ന രംഗം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ ആഖിറത്തിൽ യുബഅസുൽ അബ്ദു അലാ മാ മാത അലൈഹി, ഓരോ അടിമയും നാളെ ആഖിറത്തിലേക്ക് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസം അവർ ഖബറിൽ നിന്നും എഴുന്നേറ്റ് വരുന്നത് അലാ മാ മാത അലൈഹി, എങ്ങനെയാണോ മരണപ്പെട്ടത് അങ്ങനെയാണ്. ഏതവസ്ഥയിലാണോ മരണപ്പെട്ടത് ആ അവസ്ഥയിലാണ് ഖിയാമത്ത് നാൾ വരിക. ഒന്നാലോചിച്ചൊക്കെ, ഏതെങ്കിലും ഒരു ഹറാം ചെയ്യുന്ന സമയത്താണ് മരണപ്പെട്ടതെങ്കിൽ മാലോകർക്ക് മുമ്പിൽ ആ കോലത്തിലാണ് വരിക നാളെ ആഖിറത്തിലേക്ക്. നേരെ തിരിച്ച് ഒരു സുജൂദിൽ അല്ലെങ്കിൽ അള്ളാഹ്ക്ക് തസ്ബീഹ് പറയുന്ന ഇസ്തിഗ്ഫാർ പറയുന്ന സമയം, അല്ലെങ്കിൽ നിസ്കാരത്തിൽ ഖുർആൻ ഓതുന്ന സമയത്ത്, അങ്ങനെ നന്മകൾ ചെയ്യുന്ന സമയത്താണ് മരണപ്പെട്ടതെങ്കിൽ നാളെ ആഖിറത്തിൽ ആ രൂപത്തിലേക്ക് നാളെ ആഖിറത്തിൽ ഖിയാമത്ത് നാൾ വരിക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സമയങ്ങൾ നന്മയിൽ തീർക്കുക, അത് മാത്രമേ ബാക്കിയുണ്ടാവുള്ളൂ. നന്മകൾ മാത്രമേ ബാക്കിയുണ്ടാവുള്ളൂ, മറ്റൊന്നും കൊണ്ടുപോകില്ല. അയാൾ വയസ്സായി, അദ്ദേഹത്തിന് രോഗം വന്നു, വാർദ്ധക്യത്തിൻ്റെ രോഗം. ഹോസ്പിറ്റലിൽ കാണിച്ചപ്പം പറഞ്ഞു 3 മാസം കൂടെ ജീവിച്ചിരിപ്പുള്ളൂ. 3 മാസം. അങ്ങനെ അദ്ദേഹത്തിന് പിന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം കേട്ടല്ലോ, 3 മാസം ജീവിക്കാൻ കേട്ടപ്പോൾ തന്നെ അദ്ദേഹം പിന്നെ ക്ഷീണിക്കാൻ തുടങ്ങി. പക്ഷെ ആ 3 മാസം അദ്ദേഹത്തിന് വലിയ സമ്പത്തുണ്ട്, വലിയ സമ്പന്നനാണ്, കുറേ ഫാക്ടറികളുണ്ട്, കുറേ ഷോപ്പുകളുണ്ട്. ആ 3 മാസത്തിൽ ആ ഫാക്ടറിയിലേക്ക് അദ്ദേഹം പോയിട്ടില്ല, ആ ഷോപ്പിലേക്ക് പോയിട്ടില്ല, അവിടുത്തെ കണക്കുകൾ നോക്കിയിട്ടില്ല, അവിടുത്തെ പുതിയ സാധനങ്ങൾ വാങ്ങിയില്ല, അതിലൊന്നും കണക്ക് നോക്കിയില്ല, കണക്ക് ചോദിച്ചില്ല, അതിൻ്റെ ലാഭം ചോദിച്ചില്ല, ലാഭം വാങ്ങിയില്ല, ഉള്ളതുകൊണ്ട് ജീവിച്ചു. കാരണം എന്താ? ബോധ്യപ്പെട്ടു, ഇതൊന്നും നോക്കിയിട്ട് എന്താ കാര്യം, കൊണ്ടുപോകാൻ കഴിയുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആ ഒരു അവസ്ഥയിൽ നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ, നമ്മളിങ്ങനെ ഉണ്ടാക്കി വെക്കുന്നത് കേടുത്തേക്കാ ഖബറിലേക്ക് എത്താൻ കഴിയില്ല, ഖബറിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പം അദ്ദേഹം ഫുള്ള് സംസാരമൊക്കെ എന്താണ്? ദീനാണ്. ഷോപ്പിനെ കുറിച്ച് സംസാരമില്ല, ഫാക്ടറിനെ കുറിച്ച് സംസാരമില്ല, അതിൽ നോക്കിയിട്ടില്ല, ആ ഭാഗത്തേക്ക് പോയിട്ടെന്നില്ല. കാരണം അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു, ഇതിന് കഴിഞ്ഞു, അതിൻ്റെ ആവശ്യം കഴിഞ്ഞു. ദുനിയാവിൽ ജീവിക്കേണ്ട ആവശ്യമായത് മാത്രമേ അതിലുള്ളൂ. ഇനി അങ്ങോട്ട് എനിക്കെന്താ ജീവിക്കാനുള്ളത്? അമലുകൾ മാത്രമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹിൻ്റെ മാർഗത്തിൽ പണിയെടുക്കുക, ദീനിന് വേണ്ടിയിട്ട് സമയം ചിലവഴിക്കുക, ആരോഗ്യം ചിലവഴിക്കുക, അത് മാത്രമേ ബാക്കിയാവുള്ളൂ. ബാക്കിയെല്ലാം മരണത്തോടു കൂടി ഇല്ലാതാവും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ മരണപ്പെട്ടാൽ എല്ലാ കാര്യങ്ങളും നിൽക്കും, 3 കാര്യങ്ങൾ വെച്ച്. ഒന്ന്, അവൻ മറ്റുള്ളവരെ പഠിപ്പിച്ച ഇൽമ്, അവന് ഉപകാരമുള്ള ഇൽമ്. 2, ജാരിയായ സദഖ, എന്തെങ്കിലും നന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും സദഖ ചെയ്ത് എന്തെങ്കിലും നന്മകൾ ബാക്കിയാക്കിയിട്ടുണ്ടെങ്കിൽ ആ നന്മയും മരണത്തിന് ശേഷം ബാക്കിയാവും. അതേപോലെ തന്നെ വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, ഇവനോട് അള്ളാഹിനോട് ദുആ ചെയ്യുന്ന, ഇസ്തിഗ്ഫാർ ചെയ്യുന്ന നല്ല സാലിഹീങ്ങളായ മക്കളെ ബാക്കിയാക്കിയിട്ടുണ്ടെങ്കിൽ അത് 3ഉം ബാക്കിയാവും. പിന്നെ റസൂൽ പറഞ്ഞു, ഒരാൾ മരണപ്പെട്ടാൽ ആ മയ്യത്തിനെ 3 കാര്യങ്ങളാണ് പിൻപറ്റുക. 1, അവൻ്റെ സമ്പത്ത്. 2, അവൻ്റെ കുടുംബക്കാർ. 3, അവൻ്റെ അമലുകൾ. ആ 3ഉം അവനെ പിൻപറ്റും. അതിൽ 2 തിരിച്ചു പോവും, അവൻ്റെ കൂടെ 1 മാത്രം ബാക്കിയാവും. അവൻ്റെ കുടുംബക്കാരും തിരിച്ചു പോവും, അവൻ്റെ സമ്പത്തും തിരിച്ചു പോവും. പക്ഷെ അവൻ്റെ കൂടെ ബാക്കിയാകുന്നത് എന്താണ്? അമലുകളാണ്. നന്മയാണെങ്കിൽ നന്മയായിട്ടുണ്ടാവും, തിന്മയാണെങ്കിൽ തിന്മയായിട്ടുണ്ടാവും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇതാണ് നമ്മുടെ ജീവിതം. എല്ലാം ഒരു ദിവസം അങ്ങ് അവസാനിക്കും. ആരാണെങ്കിലും, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ചെറിയ കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും വയസ്സായവരാണെങ്കിലും വയസ്സില്ലാത്തവരാണെങ്കിലും യുവാവാണെങ്കിലും ഒരു ദിവസം നമ്മൾ അവസാനിക്കും. അതിന് ശേഷമുള്ള ജീവിതം സന്തോഷത്തിലാണോ? ഇവിടെ ദീനനുസരിച്ച് ജീവിച്ചേ പറ്റൂ. ഖുർആനും ഹദീസും പഠിക്കുക,
അത് സുന്നത്തനുസരിച്ച് ജീവിതത്തിൽ പകർത്തുക, അതനുസരിച്ച് അമലുകൾ വർദ്ധിപ്പിക്കുക, നന്മകൾ വർദ്ധിപ്പിക്കുക. ഫസ്തബിഖുൽ ഖൈറാത്ത്, നന്മകളിൽ നിങ്ങൾ മുന്നേറുക. ഫല്യതനാഫസിൽ മുതനാഫിസൂൻ, നന്മകളിൽ മത്സരിക്കുന്നവർ മത്സരിച്ച് മുന്നേറുക. അള്ളാഹുവിൻ്റെ വാക്കാണ്. നന്മകൾ ചെയ്യാൻ 2 വാക്കാണല്ലോ പറഞ്ഞത്. ഫസ്തബിഖുൽ ഖൈറാത്ത്, ഖൈറ നന്മകളിൽ നിങ്ങൾ മുന്നേറുക. എത്ര ചെയ്യാൻ പറ്റും അത്ര ചെയ്തു, അത്രയും ദറജകൾ നാളെ ആഖിറത്തിൽ കൂടും. ഫല്യതനാഫസിൽ മുതനാഫിസൂൻ, മത്സരിക്കുന്നവർ മത്സരിക്കുക. എന്തിൽ? നന്മയിൽ, നന്മകൾ വാരിക്കൂട്ടാൻ. ഈ 2 കാര്യങ്ങളാണ് അള്ളാഹു ധൃതി കൂട്ടി മത്സരിക്കാൻ പറഞ്ഞത്, നന്മകൾ. അപ്പം ഇതാണ് മനുഷ്യൻ്റെ ജീവിതം. അപ്പം ഇതിൽ നമ്മൾ അള്ളാഹിൻ്റെ മാർഗത്തിലേക്ക് തിരിഞ്ഞാൽ, പിന്നെന്താണ്? പ്രയാസങ്ങളായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും. അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു, സഹാബി, അടിമ കുടുംബമാണ്. ഉമ്മയും അടിമയാണ്, ഉപ്പയും അടിമയാണ്. 3 അംഗ കുടുംബം മുസ്ലിമായി. മുസ്ലിമായതും ഖുറൈശികൾ അത്രയും പീഡിപ്പിച്ചു, അങ്ങനെ വേദനിപ്പിച്ചു. അമ്മാർ അള്ളാൻ്റെ മുമ്പിൽ വെച്ചിട്ട് എന്ത് ചെയ്തു? ഉമ്മാനെ കൊന്നു. ഉപ്പ യാസിർ റളിയല്ലാഹു അൻഹു ബോധരഹിതനായിട്ട് വീണു, ഉപദ്രവം സഹിക്കാൻ കഴിയാതെ. ചെറുപ്പക്കാരനായ അമ്മാർ റളിയല്ലാഹു അൻഹു പിടിച്ചു നിന്നു. പക്ഷെ ഇതൊന്നും സഹിക്കാൻ കഴിയാത്ത അങ്ങേയറ്റ അവസാനം എത്തിയപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? റസൂലിനെ ചീത്ത വിളിച്ചു ഖുറൈശികൾക്ക് മുമ്പിൽ. അവരുടെ ആരാധ്യന്മാരെ നല്ലത് പറയുകയും റസൂലിനെ ചീത്ത വിളിക്കുകയും ചെയ്തു. അപ്പോൾ അവരെന്ത് ചെയ്തു? വിട്ടു. നേരെ എഴുന്നേറ്റ് ഓടി അള്ളാൻ്റെ റസൂലിൻ്റെ അടുക്കലേക്ക്. നിൽ തുമിങ്ക യാ റസൂൽ അല്ലാ, അള്ളാൻ്റെ റസൂലെ, ഞാൻ താങ്കളെ ചീത്ത വിളിച്ചിട്ടു. എന്നിട്ട് കരയാണ്. അപ്പോൾ റസൂൽ ചോദിച്ചു, കൈഫ തജിദു ഖൽബക്, എന്നെ നീ ചീത്ത വിളിക്കുമ്പോൾ നിൻ്റെ മനസ്സെങ്ങനെയായിരുന്നു? അപ്പോഴാണ് സഹാബി പറയുന്നത്, മുത്മഇന്നും ബിൽ ഈമാൻ, അള്ളാൻ്റെ റസൂലെ, എനിക്ക് നല്ല പൂർണ്ണ ഈമാനുണ്ട്, നല്ല ഈമാനുള്ള അവസ്ഥയിലാണ്. പക്ഷേ ഞാൻ വായു കൊണ്ട് ആ പ്രയാസം സഹിക്കാൻ കഴിയാതായപ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇൻ ആദു ഫഉദ്, ഇനിയും അവർ ആവർത്തിക്കുകയാണെങ്കിൽ, പിന്നെ ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ നീ ഇനിയും ആവർത്തിച്ചു. റസൂൽ എന്ത് ചെയ്തു? ഇളവ് കൊടുത്തു. അങ്ങനെ സഹിച്ചു ആ സഹാബി, അത്രയും പ്രയാസം സഹിച്ചു. ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹുവിൻ്റെ കാലം, ഭരണകാലത്ത്, ഉമറുല്ലാൻ്റെ കാലത്ത് എന്ത് ചെയ്തു? ഇസ്ലാമിക രാജ്യം വികസിച്ചു. ഓരോ രാജ്യങ്ങളും ഇസ്ലാമിൻ്റെ കീഴിൽ വരികയാണ്. അപ്പോൾ നല്ല സുഭിക്ഷമായിട്ട് ഭക്ഷണം, വസ്ത്രം, എല്ലാവർക്കും സുഖ സൗകര്യങ്ങൾ, പ്രയാസങ്ങളില്ല, ബുദ്ധിമുട്ടില്ല. അപ്പോഴെല്ലാവരും ജനങ്ങൾ ദീനിൽ നിന്നും അകലുന്നു എന്നൊരു പേടി ഉമറുല്ലാഹിന് തോന്നി. ഉമറുല്ലാഹ് എന്ത് ചെയ്തു? പഴയ സഹാബാക്കളെ വിളിച്ചു, ആ ത്യാഗങ്ങൾ സഹിച്ച സഹാബാക്കളെ, മുൻഗാമികളെ വിളിച്ചു. ഖബ്ബാബ് ബിൻ അറത്തിനോട് പറഞ്ഞു, ഖബ്ബാബ് സദസ്സിലേക്ക് വിളിച്ചിട്ട്, ഇതാ ഈ ചെറുപ്പക്കാർക്ക് ആ മുൻകാലത്ത് നമ്മൾ റസൂലിൻ്റെ കൂടെ ഉണ്ടാകുമ്പോൾ നമ്മൾ സഹിച്ച ആ ത്യാഗം അതൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. നമ്മൾ സഹിച്ച ആ ത്യാഗം അത് ഒന്നെന്ത് ചെയ്യണം? സഹാബാക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. ഖബ്ബാബിന് അർത്ഥമുള്ളതൊന്നും ചെയ്തില്ല. എന്താ ചെയ്തറിയോ? തിരിഞ്ഞു നിന്ന് അദ്ദേഹത്തിൻ്റെ ഈ ഖമീസ് ഒന്ന് പൊക്കി കാണിച്ചു കൊടുത്തു, പുറം ഭാഗം കാണിച്ചു കൊടുത്തു. സഹാബാക്കൾ പറയാണ്, വാരിയെല്ല് കാണുന്ന രീതിയിൽ പുറത്തെന്തുണ്ടായിരുന്നു? വലിയ വലിയ ദ്വാരങ്ങളുണ്ടായിരുന്നു, ഓട്ടയുണ്ടായിരുന്നു. കാരണം ഖുറൈശികൾ അന്ന് ഉപദ്രവിച്ചതാണ്. എന്താണെന്ന് അറിയോ? വലിയ ഇരുമ്പുണ്ടല്ലോ, ആ ഇരുമ്പ് ചൂടാക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ പുറത്ത് കുത്തു. ഇറച്ചൽ ഇങ്ങനെ ഉരുകി ഒലിക്കും. എല്ല് കാണുന്ന രീതിയിൽ ഓട്ടകളുണ്ടായിരുന്നു പുറത്തു നിന്നാണ്. ആര്? ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹു. അപ്പോൾ സഹാബാക്കൾ ഇത് കണ്ടു, ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹുവിൻ്റെ പുറത്ത് ഈ ഓട്ട. അപ്പോൾ അദ്ദേഹത്തിന് സംസാരിക്കേണ്ടി വന്നില്ല, ആ രംഗം കാണിച്ചു കൊടുത്തു, അപ്പം തന്നെ തിരിഞ്ഞു. ഇതാണ് സഹാബാക്കൾ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ ഇത്രയും വർഷം ജീവിച്ചിട്ട് അള്ളാഹിൻ്റെ ദീനിന് വേണ്ടി എന്താ പണിയെടുത്തത്? ഒന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ കഴിയുമോ? ഈ ഇരിക്കുന്ന എനിക്കോ നിങ്ങൾക്കോ പറയാൻ കഴിയുമോ? ഇത്രയും വർഷം ജീവിച്ചു, 10 വർഷം, 15, 20, 25, 30, 50, 60 വയസ്സായ ആൾക്കാർ വരെ ഉണ്ട്, ആണുങ്ങളായിട്ടും പെണ്ണുങ്ങളായിട്ടും. ഒന്ന് ചോദിക്കാണ്, ഇത്രയും വർഷം നീ ജീവിച്ചിട്ട് അള്ളാഹിൻ്റെ ഭൂമിയിൽ അള്ളാഹ് തന്ന എല്ലാ നിഅമത്തുകളും ഉപയോഗിച്ച് നീ ജീവിച്ചില്ലേ? അള്ളാഹിൻ്റെ ദീനിന് വേണ്ടി നീ എന്താ ചെയ്തേ? ഇല്ല, പറയപ്പെട്ടെ നമുക്ക് പറയാൻ കഴിയില്ല. ഒന്നുമില്ല, വട്ടപൂജയാണ്.
പെണ്ണായാലും ആണായാലും നമ്മളൊന്നും അള്ളാൻ്റെ ദീനു വേണ്ടി ചെയ്തിട്ടില്ല. ഒരല്പസമയം കൊടുക്കാൻ പോലും നമുക്ക് കഴിഞ്ഞിട്ടില്ല അള്ളാൻ്റെ ദീനിന് വേണ്ടിയിട്ട്. ആ സഹാബാക്കൾ അവരുടെ ജീവിതം കൊടുത്തു. ഹൻദല റളിയല്ലാഹു അൻഹു വിവാഹം കഴിഞ്ഞ രാത്രി, ആദ്യ രാത്രി, അദ്ദേഹം ജനാപത്തുകാരനായിരുന്നു. പെട്ടെന്നാണ് വിളംബരം കേൾക്കുന്നത്, റസൂല് യുദ്ധത്തിന് തയ്യാറായിട്ടുണ്ട്, പുറപ്പെടണം. കുളിക്കാതെ എന്ത് ചെയ്തു? യുദ്ധത്തിന് പുറപ്പെട്ടു. യുദ്ധത്തിൽ ഷഹീദായി. പെട്ടെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ സഹാബാക്കളെയും വിളിച്ചു. എന്നിട്ട് ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ദാ ഹൻദലനെ മലക്കുകൾ കുളിപ്പിക്കുന്നുണ്ട്, അത് ഞാൻ കാണുന്നുണ്ട്. മലക്കുകൾ ഹൻദലനെ കുളിപ്പിക്കുന്നുണ്ട്, അത് ഞാൻ കാണുന്നു. നിങ്ങളിപ്പോൾ ചോദിക്കണം അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് എന്താണ് കാരണം. അപ്പോൾ സഹാബാക്കൾ പോയി ചോദിച്ചപ്പം ഭാര്യ പറഞ്ഞു, അദ്ദേഹത്തിന് കുളിയുണ്ടായിരുന്നു, ജനാപത്ത് കുളിക്കാണ്ടാണ് അദ്ദേഹം പോയത്. എന്നിട്ട് ഷഹീദായിട്ട് വന്നു. അതാണ് സഹാബാക്കൾ. എല്ലാം ദീനു വേണ്ടി കൊടുത്തു. നമ്മളോ? നമ്മൾ ജീവിതം എന്തായാലും കൊടുത്തില്ല. സമയം കൊടുത്തോ? സമയം കൊടുത്തിട്ടില്ല. സമ്പത്ത് കൊടുത്തോ? അതും കൊടുത്തിട്ടില്ല. ഒന്നുമില്ല പ്രിയപ്പെട്ട, നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല അള്ളാഹിൻ്റെ മാർഗത്തിൽ ദീനായിട്ട് പറയാൻ. അതുകൊണ്ട് ഞാൻ പറയണം, കൂട്ടുകാരൻ പറയുന്നത് പോലെ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്ത് പറയുന്നത് പോലെ പറയാണ്, പ്രിയമുള്ളവരെ, എന്തെങ്കിലും ചെയ്ത് ബാക്കി വെച്ചാൽ അത് ആഖിറത്തിലുണ്ടാവും. നമ്മളെല്ലാവരും എന്തായാലും അവിടെ എത്തും, ആരും ഒഴിവായി പോവില്ല, അല്ലേ? എനിക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ തോന്നുന്നുണ്ടോ? ഞാൻ എങ്ങനെയെങ്കിലും അവിടെ എത്താണ്ട് രക്ഷപ്പെടാൻ തോന്നുന്നുണ്ടോ? അത് വെറും പാഴ് തോന്നൽ മാത്രമാണ്. അത് ഒരിക്കലും നടക്കൂല. അപ്പോൾ പറഞ്ഞു വന്നത് എന്താ അറിയോ? നമ്മൾ എന്തായാലും ദുനിയാവിൽ ജീവിക്കുകയാണ്. മരിക്കുന്നവർ എന്തായാലും ജീവിക്കുകയും ചെയ്യും. അതിലൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ കുറയോ കൂടോ ഇല്ല. ആ തുച്ഛമായ ജീവിതത്തിൽ അള്ളാഹിൻ്റെ മാർഗത്തിൽ പണിയെടുക്കുക, അള്ളാഹിൻ്റെ ദീനിന് വേണ്ടി പണിയെടുക്കുക, ദീനിൽ സഹകരിക്കുക. നമ്മുടെ സമ്പത്ത് കൊണ്ടാണെങ്കിലും ആരോഗ്യം കൊണ്ടാണെങ്കിലും സമയം കൊണ്ടാണെങ്കിലും എന്തെങ്കിലും ഒന്ന് ദീനിന് വേണ്ടി ചെയ്താൽ പ്രിയമുള്ളവരെ, അത് നല്ല ആഖിറത്തിൽ വലിയ മുതൽക്കൂട്ടാവും. ഇല്ലെങ്കിൽ ദുനിയാവിൽ ഇങ്ങനെ ജീവിക്കും, പഠിക്കും, കളിച്ച് ചിരിച്ച്, സ്കൂൾ കോളേജ് അതൊക്കെ കളിച്ച് തീർത്ത് അങ്ങ് തീരും. പെട്ടെന്ന് തീരും. 5 വർഷം 6 വർഷം പെട്ടെന്ന് അങ്ങ് തീരും, കളിച്ച് ചിരിച്ച് തീരും. പിന്നെ ഒരു ജോലി കയറി, ജോലി രാവിലെ പോയി വൈകുന്നേരം വന്ന് ക്ഷീണിച്ചൊന്ന് കിടന്നുറങ്ങും, കുറച്ച് ഫോൺ നോക്കും, കല്യാണം കഴിയും, മക്കളാവും, പിന്നെ അതിൻ്റെ തിരക്കായി, മക്കളായി, പിന്നെ ഉപ്പപ്പയായി പിന്നെന്ത് ചെയ്യും? ഒരു മൂലക്ക് കിടക്കും, അവസാനം മരിച്ചങ്ങ് തീരും. ആ മരണത്തോടുകൂടി ദുനിയാവ് കഴിഞ്ഞു. പക്ഷെ വരാനിരിക്കുന്നുണ്ട് ആഖിറം. അവിടെ എന്ത് ചെയ്യും? പിടിക്കപ്പെടും. അവിടെ പിടിക്കപ്പെടും. അവിടെ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് എന്തായാലും ജീവിക്കുന്നുണ്ട്. ആ ജീവിതത്തിൽ എന്ത് ചെയ്യുക? അള്ളാഹിൻ്റെ ദീനിന് വേണ്ടി പണിയെടുക്കുക. അവരോടൊപ്പം കൂടിയാൽ മതി. നമ്മളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, എന്താ ഇപ്പം ദീനു വേണ്ടി ചെയ്യുക, എനിക്കെന്താ ചെയ്യാൻ പറ്റും ഒറ്റയ്ക്ക്? ഒന്നുമില്ല. അതിനുവേണ്ടി പണിയെടുക്കുന്ന ആൾക്കാരുണ്ട്, അവരുടെ കൂടെ കൂടാ. ആ നല്ല നീയത്തിൽ അവരുടെ കൂടെ കൂടിയാൽ മതി, അതങ്ങാവും ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും, അള്ളാഹിൻ്റെ ദീനു വേണ്ടി പണിയെടുക്കാൻ ഇങ്ങനെ പറയുന്നുണ്ട്, എന്താ ചെയ്യേണ്ടത്? ഞാൻ എന്താ ചെയ്യേണ്ടത്? ആദ്യം സ്വന്തം നന്നാവുക, 5 വക്ത് നിസ്കാരം ശ്രദ്ധിക്കുക, മറ്റുള്ള ഇബാദാത്തുകൾ ശ്രദ്ധിക്കുക. പിന്നെ ദീനിന് പണിയെടുക്കാൻ വേണ്ടിയിട്ട്, ദീൻ പ്രചരിപ്പിക്കാൻ, അതിൻ്റെ ദാവത്തിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് കുറേ ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. അവരുടെ കൂടെ കൂടുക, കഴിയുന്ന ജോലികൾ ചെയ്യുക. അതാണ് വേണ്ടത്. എന്താണോ എന്നെക്കൊണ്ട് കഴിയുക അത് ചെയ്യുക. ആണ് പ്രിയമുള്ളവരെ, ഇതാണ് നമ്മുടെ ജീവിതം. അപ്പം ഇനി നമ്മൾ സൂറത്ത് യാസീൻ്റെ 25-ാമത്തെ ആയത്ത് പൂർത്തിയായിട്ടുണ്ട്. അതിൽ പറഞ്ഞത് ഇത്രയും കാര്യങ്ങളാണ് ഈ ആയത്തുകളിൽ പറയുന്നത്. അവസാനം പറയുന്നത് ആ 3 പ്രവാചകന്മാരെ അനുസരിക്കാതെ ധിക്കരിച്ച് കളവാക്കിയ ആ സമൂഹത്തിന് ആ നാട്ടിൽ നിന്ന് തന്നെ അവർ അംഗീകരിച്ച ഒരാൾ മുന്നറിയിപ്പ് നൽകുന്നതാണ്. അപ്പോൾ ആ നല്ല വ്യക്തി ജനങ്ങളെ ഉപദേശിക്കുകയാണ്, നിങ്ങൾ ഈ പ്രവാചകന്മാരെ അനുസരിച്ചോ, എന്നാൽ നിങ്ങളെന്ത് ചെയ്യും? വിജയിക്കും. പക്ഷെ എന്ത് ചെയ്തു? ആ നാട്ടുകാർ ആ വ്യക്തിയെ കൊന്നു. ആ നല്ലത് ഉപദേശിച്ച ആളെ ആ നാട്ടുകാർ കൊന്നു. അദ്ദേഹം മരണത്തിന് ശേഷം ഉന്നതമായ ദറജ അദ്ദേഹത്തിന് ലഭിച്ചു. ബാക്കിയുള്ള ഭാഗത്ത് അതാണ് പറയുന്നത്.
ഖീല ദുഖുലിൽ ജന്ന, ഖീല ആ നല്ല ആളോട്, കൊല്ലപ്പെട്ട ആളോട് പറയപ്പെട്ടു, അഥവാ മലക്കുകൾ പറഞ്ഞു, ഉദ്ഖുലിൽ ജന്ന, നീ സ്വർഗത്തിൽ പ്രവേശിക്കുക. അപ്പോൾ ആ വ്യക്തി പറയാൻ, ഖാല അദ്ദേഹം പറഞ്ഞു, യാ ലൈത ഖൗമി, എൻ്റെ സമുദായമേ, ഖൗമി യഅലമൂൻ, എൻ്റെ സമുദായം എനിക്ക് മരണത്തിന് ശേഷം കിട്ടിയ ഈ സ്ഥാനം, ഈ സുഖസൗകര്യങ്ങൾ എൻ്റെ സമൂഹം അറിഞ്ഞിരുന്നെങ്കിൽ. അദ്ദേഹം സങ്കടപ്പെടുകയാണ്. ഞാൻ അവർ ഉപദേശിച്ചു, പക്ഷെ അവർ എന്നെ ചെവി കൊള്ളാൻ കേട്ടില്ല. ഞാൻ ആഖിറം പറഞ്ഞു, അള്ളാനെ പറഞ്ഞു, റസൂൽ പ്രവാചകന്മാരെ പറഞ്ഞു, പക്ഷെ അവർ അംഗീകരിച്ചില്ല. അവരെന്നെ കളവാക്കി, അള്ളാഹിൻ്റെ പ്രവാചകന്മാരെ അവർ കളവാക്കി. പക്ഷെ മരണത്തിന് ശേഷം എനിക്ക് കിട്ടിയ സൗഭാഗ്യം, യാ ലൈത ഖൗമി യഅലമൂൻ, എൻ്റെ സമൂഹം ഇത് അറിഞ്ഞിരുന്നെങ്കിൽ അവർ നന്നായാണ്. ഉണ്ടല്ലോ, മരണത്തിന് ശേഷം മുഅ്മിനീങ്ങൾ കിട്ടുന്ന സൗഭാഗ്യം, അത് അവർ കണ്ണുകൊണ്ട് കണ്ടോ അല്ലെങ്കിൽ അറിഞ്ഞോ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവരത് ചെയ്യുമായിരുന്നു, അവർ റസൂലിനെ പിൻപറ്റുമായിരുന്നു. പക്ഷെ എന്തില്ല, മരണത്തിന് ശേഷമുള്ള കാര്യം അത് ഖുർആനിലൂടെയും ഹദീസിലൂടെയും എന്താണോ പറയുന്നത് അതിപ്പം കേൾക്കുക, അത് കണ്ണുകൊണ്ട് കാണുന്ന, അത് ശരിക്കും യാഥാർത്ഥ്യമാകുന്ന ഒരു ദിവസം വരാനുണ്ട്. അപ്പോഴെന്ത് ചെയ്യും, ബോധ്യപ്പെടും. ഇദ്ദേഹം പ്രയാസപ്പെടുകയാണ്, യാ ലൈത ഖൗമി യഅലമൂൻ, എനിക്ക് ഈ കിട്ടിയ സൗഭാഗ്യം അതെൻ്റെ ആ ജനങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ അവർ ആ പ്രവാചകന്മാരെ കളവാക്കുമായിരുന്നില്ലായിരുന്നു, അവർ ആ പ്രവാചകന്മാരെ അനുസരിക്കുകയും അവരെ പിൻപറ്റുകയും ചെയ്യുമായിരുന്നു. എന്താ കിട്ടിയത്, ബിമാ ഗഫറ ലി റബ്ബി, എൻ്റെ റബ്ബ് എനിക്ക് മാപ്പാക്കി തന്നു, വജഅലനി മിനൽ മുക്റമീൻ, അള്ളാഹു ആദരിച്ചവരുടെ കൂട്ടത്തിൽ അള്ളാഹു എന്നെ പെടുത്തുകയും ചെയ്തു. രണ്ട് സൗഭാഗ്യങ്ങൾ ആ വ്യക്തിക്ക് മരണത്തിന് ശേഷം കിട്ടിയ സൗഭാഗ്യമാണ്. അവിടെ അദ്ദേഹം എടുത്തു പറയാൻ, എനിക്ക് മരണത്തിന് ശേഷം കിട്ടിയ ഈ സൗഭാഗ്യം എൻ്റെ നാട്ടുകാർ അറിഞ്ഞിരുന്നെങ്കിൽ അന്ന് എന്നെ കളവാക്കിയ, ഞാൻ പറയുമ്പോൾ ചെവി കൊടുക്കാതെ മാറി നടന്ന ആൾക്കാർ അവർ അറിഞ്ഞിരുന്നെങ്കിൽ അവരും എൻ്റെ ആ മാർഗത്തിൽ പിൻപറ്റുമായിരുന്നു. ഞാൻ വന്ന ആ നല്ല മാർഗത്തിൽ അവരും എന്നെ ഫോളോ ചെയ്ത് വരുമായിരുന്നു. പക്ഷെ എന്തില്ല, അവരിതൊന്നും കാണുന്നില്ല, ഇതൊന്നും അറിയുന്നില്ല. അങ്ങനെയാണ് അത് ആ ഭാഗം അള്ളാഹു പൂർത്തീകരിക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തെ കൊന്നല്ലോ. അപ്പോൾ അള്ളാഹു എന്ത് ചെയ്തു, ആ നാട്ടുകാരിലേക്ക് ഒരു ശിക്ഷ ഇറക്കി. ആ നാട്ടുകാരിലേക്ക് അള്ളാഹു ഒരു ശിക്ഷ ഇറക്കി. അതാണ് പറയുന്നത്, വമാ അൻസൽന അലാ ഖൗമിഹി മിൻ ബഅദിഹി, വമാ അൻസൽന, നാം ഇറക്കിയിട്ടില്ല, അലാ ഖൗമിഹി, അദ്ദേഹത്തിൻ്റെ ജനതയിലേക്ക്, സമൂഹത്തിലേക്ക് ഞാൻ ഇറക്കിയിട്ടില്ല, മിൻ ബഅദിഹി, അദ്ദേഹത്തിന് ശേഷം. ഈ ജനങ്ങളൊക്കെ ആ നല്ല വ്യക്തിയെ കൊന്നതിന് ശേഷം അവരിലേക്ക് നാം ഇറക്കിയിട്ടില്ല, മിൻ ജുന്ദിൻ മിനസ്സമാ, ആകാശത്തിൽ നിന്നും ഒരു സൈന്യത്തെ അള്ളാഹു ഇറക്കിയിട്ടില്ല. എന്തിന്, അവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സൈന്യത്തെ അള്ളാഹു ഇറക്കിയിട്ടില്ല. വമാ കുന്നാ മുൻസിലീൻ, നാം അങ്ങനെയുള്ള സൈന്യത്തെ ഇറക്കുകയും ചെയ്യൂല എന്നുള്ള പറയാണ്. അഥവാ ഒരു വലിയ സൈന്യത്തെ ഇറക്കിയിട്ട് അവരെ നശിപ്പിക്കേണ്ട ആവശ്യം അള്ളാഹ്ക്കില്ല. അതിനേക്കാൾ എളുപ്പമാണ് അവരെ നശിപ്പിക്കാൻ അള്ളാഹുവിന്, അതിനേക്കാൾ എളുപ്പമാണ്. അള്ളാഹു എങ്ങനെ ആ സമൂഹത്തെ നശിപ്പിച്ചത്, ഇൻ കാനത് ഇല്ലാ സൈഹതൻ വാഹിദതൻ, ഒരു വലിയ ശബ്ദം, ഒരു വലിയ സൈന്യത്തെ ഇറക്കി ഒരു സന്നാഹങ്ങൾ ഒരുക്കിയിട്ട് എന്തില്ല, അവരെ നശിപ്പിക്കേണ്ട ആവശ്യം അള്ളാഹ്ക്കില്ല. അതിനേക്കാൾ എളുപ്പത്തിൽ അള്ളാഹു എന്ത് ചെയ്യും, കൈകാര്യം ചെയ്യും. കൈകാര്യം ചെയ്ത് എങ്ങനെയാണ്, ഇൻ കാനത്, അവർക്ക് വന്ന ശിക്ഷ ആയിരുന്നില്ല, ഇല്ലാ സൈഹതൻ വാഹിദ, ഒരു വലിയ ശബ്ദമല്ലാതെ മറ്റൊന്നും ആയിരുന്നില്ല. അള്ളാഹു അവരെ ശിക്ഷിച്ചത് എങ്ങനെയാണ്, ഒരു വലിയ ഘോരമായ ശബ്ദം. നമ്മളെ കേൾവിക്ക് എന്തുണ്ട്, ഒരു പരിധിയുണ്ട്. അതിൻ്റെ അപ്പുറമുള്ള കേൾവി എന്തില്ല, താങ്ങാൻ കഴിയില്ല, മനുഷ്യന്മാർക്ക് താങ്ങാൻ കഴിയില്ല. അപ്പോൾ അവരെല്ലാം ശിക്ഷിച്ചത് വലിയൊരു ശബ്ദം കൊണ്ടാണ്. ആ ശബ്ദം വന്നപ്പോഴെന്ത് ചെയ്തു, ഫഇദാഹും ഖാമിദൂൻ, അവരൊക്കെ നശിച്ച് കൊട്ടടങ്ങിപ്പോയി. അത്രയേ ഉള്ളൂ അള്ളാഹ്ക്ക്. അതുകൊണ്ട് വലിയ സംഭവമാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ എന്ത് ചെയ്യും, നിമിഷ നേരങ്ങൾ കൊണ്ട് എല്ലാം ഇല്ലാതാവും. അതാണല്ലോ പറയുന്നത്. എനിക്കെന്തില്ല, എൻ്റെ ഒരു പ്രബോധകനെ, അള്ളാഹിൻ്റെ ദീനിലേക്ക് ക്ഷണിക്കുന്ന നല്ലൊരാളെ നിങ്ങൾ വകവരുത്തിയല്ലോ, നിങ്ങൾ കൊന്നല്ലോ, എന്നിട്ട് ധിക്കരിച്ചല്ലോ, എൻ്റെ പ്രവാചകന്മാരെ നിങ്ങൾ ധിക്കരിച്ചല്ലോ, അതിന് നിങ്ങളെ ശിക്ഷിക്കാൻ ആകാശത്തു നിന്നും ഒരു വലിയ സൈന്യത്തെ ഇറക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല, ഞാൻ അങ്ങനെ ഇറക്കില്ല. മറിച്ച് എന്താണ്, ഇൻ കാനത് ഇല്ലാ സൈഹതൻ വാഹിദ, ഒരു ശബ്ദം മതി, ഒരു വലിയ ശബ്ദം ഉണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്തു, നിങ്ങളൊക്കെ നശിച്ച് കെട്ടടങ്ങും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ അറിയിക്കുന്നത്. അപ്പോൾ അല്ലാഹു പറയാണ്, അവരെ ശിക്ഷിക്കാൻ
ഒരു വലിയ സൈന്യത്തെ ആകാശത്ത് നിറക്കേണ്ട ആവശ്യം അല്ലാഹ്ക്കില്ല. മറിച്ച് ഒരു വലിയ ശബ്ദം, ആ ശബ്ദം വന്നതോടുകൂടി ഫഇദാഹും ഖാമിദൂൻ, അവരൊക്കെ നശിച്ച് കെട്ടടങ്ങിപ്പോയി ആ ഒരു വലിയ സമൂഹം. എന്നിട്ട് പറയാണ് യാ ഹസ്റതന അലൽ ഇബാദ്, ആ അടിമകളുടെ നാശം, അടിമകളുടെ നാശം. മാ യഅതീഹിം മിർ റസൂലിൻ, പ്രവാചകന്മാരിൽ നിന്നൊരാളും അവരുടെ അടുക്കലേക്ക് വന്നിട്ടില്ല. ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ, അവർ ആ പ്രവാചകന്മാരെ പരിഹസിച്ചിട്ടല്ലാതെ. അപ്പോൾ ആ സമൂഹം ചെയ്ത തെറ്റെന്താണ്? അവർക്ക് നന്മ പറഞ്ഞു കൊടുക്കാൻ, അവരെ ഹിദായത്തിലേക്ക് ക്ഷണിക്കാൻ, നന്മയിലേക്ക് അവരെ ക്ഷണിക്കാൻ പോയ ആൾക്കാരെ അവർ പരിഹസിച്ചു. ദുനിയാവിൻ്റെ ആൾക്കാരുടെ സ്വഭാവമാണത്. നന്മകൾ പറഞ്ഞിട്ട് പോകുന്ന ആൾക്കാരെ പരിഹസിക്കുക, അവരെ വഷളാക്കി കളയുക, അതാണ് അവർ ചെയ്ത തെറ്റ്. ഇത് പറയണം, എന്താ പറയാണ്? യാ ഹസ്റതന അലൽ ഇബാദ്, ആ അടിമകളുടെ നാശം. അവരിലേക്ക് ഞാൻ ദൂതന്മാരെ അയച്ചു, പ്രവാചകന്മാരെ നിയോഗിച്ചു. എന്തിന്? അവർക്ക് നന്മകൾ പറഞ്ഞു കൊടുക്കാൻ, അവരെ നേരായ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ, ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ അവർക്ക് നൽകുന്ന, അവരിൽ നിന്ന് അതിനു വേണ്ടി യാതൊരു പ്രതിഫലവും വാങ്ങാത്ത പ്രവാചകന്മാരെ നാം നിയോഗിച്ചു. പക്ഷെ എന്ത് ചെയ്തു? അവരെ കളിയാക്കി, പരിഹസിച്ചു. ദീൻ പറയുന്ന ആൾക്കാർ, ആഖിർ പറയുന്ന ആൾക്കാരെ നാട്ടുകാർ പരിഹസിക്കും. അള്ളാഹിനെ പറ്റി പറയുന്ന ആൾക്കാരെ നാട്ടുകാർ പരിഹസിക്കും, കളിയാക്കും, വഷളാക്കും ആൾക്കാർക്ക് മുമ്പിൽ. അത് അള്ളാഹിൻ്റെ വലിയ കോപത്തിനിരയാകുന്ന കാര്യമാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്, സാധാരണയാണത്. ദീൻ പറയുന്ന ആൾ, റസൂലിനെ പറ്റി പരിചയപ്പെടുത്തുന്ന ആൾ, സുന്നത്ത് പരിചയപ്പെടുത്തുന്ന ആൾക്കാർ, അവരെ നാട്ടുകാരെന്ത് ചെയ്യും? കോമാളിയാക്കും, പരിഹസിക്കും. ദീനനുസരിച്ച് ജീവിക്കുന്ന ആളെ, നന്മയിലേക്ക് ക്ഷണിക്കുന്ന ആളെ നാട്ടുകാർ പരിഹസിക്കും, കളിയാക്കും, വഷളാക്കും. അതാണ് ഇവിടെ പറഞ്ഞത്. ആ നാട്ടുകാർ ചെയ്തത് അതായിരുന്നു. യാ ഹസ്റതന അലൽ ഇബാദ്, ആ അടിമകൾക്ക് നാശമെന്ന് അല്ലാഹു പറയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നന്മകൾ പറയുന്നവരെ കൂടെ നിർത്തുക, അവിടെ കൂടെ കൂടുക. നന്മകൾ പറയുന്ന, സുന്നത്തിലേക്ക് ക്ഷണിക്കുന്ന, പ്രവാചകനെ പരിചയപ്പെടുത്തുന്ന, സുന്നത്തിനെ പരിചയപ്പെടുത്തുന്ന, ദീൻ പരിചയപ്പെടുത്തുന്ന, ദീൻ പറഞ്ഞു തരുന്ന ആൾക്കാരുടെ കൂടെ എന്ത് ചെയ്യുക? കൂടുക. അവിടെയാണ് വിജയം. അവരൊരിക്കലും പരിഹസിക്കരുത്, അവരെ വഷളാക്കരുത്, അവരെ കളിയാക്കരുത്. അതൊക്കെ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നും വലിയ ശിക്ഷ വരാൻ കാരണമാകുന്ന കാര്യങ്ങളാണ്. അത്രയാണ് ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത്. 30 ആയത്ത് പൂർത്തിയായി. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ആഴ്ച എടുക്കാം ഇൻഷാ അല്ലാഹ്. കുറച്ച് നേരത്തെ വന്നാൽ എന്ത് ചെയ്യുക? തുടക്കത്തിലേ കിട്ടും ഇൻഷാ അല്ലാഹ്. അള്ളാഹിൻ്റെ ഖുർആൻ അത് പഠിച്ച് മനസ്സിലാക്കി അത് ജീവിതത്തിൽ ഉൾക്കൊണ്ട് പ്രാവർത്തികമാക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. എങ്ങനെയെങ്കിലും ജീവിച്ച് മരിച്ച് അള്ളാഹിൻ്റെ കോടതിയിലെത്തുമ്പോൾ വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണസമയത്ത് ഏറ്റവും നല്ല ഈമാനുള്ള അവസ്ഥയിലായ മരണമാകാൻ അള്ളാഹു എല്ലാവർക്കും തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും അതൊക്കെ വിട്ടെടുത്ത് മാപ്പാക്കി നല്ല മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകൾ, അതുപോലെ തന്നെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർ, നമ്മുടെ ഉപ്പ, ഉമ്മ, ജ്യേഷ്ഠന്മാർ, കുടുംബക്കാർ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ട് അത് മാപ്പാക്കി കൊടുക്കട്ടെ. അവിടെയൊക്കെ ഖബർ അള്ളാഹു സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി മാറ്റുമാറാകട്ടെ. നാളെ ആഖിറത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഉന്നതമായ ദറജകൾ നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നാളെ ആഖിറത്തിൽ അവരെയും നമ്മെയും പ്രവാചകന്മാരുടെ കൂടെ, സഹാബാക്കളുടെ കൂടെ അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.